ഇപ്പോൾ ട്രെൻഡായിരിക്കുന്ന ഇഫ ചിക്കൻ, അതാണ് നമ്മുടെ ഇന്നത്തെ കുക്കിംഗ്. ട്രെൻഡൊക്കെ തീരാറായി, കുറേയായി ഞാൻ ഉണ്ടാക്കണം എന്ന് വെച്ചൊക്കെ ഇരിക്കുന്നത്. ഒരു സാധനം കിട്ടുമ്പോൾ വേറൊരു സാധനം കിട്ടില്ല. അങ്ങനെ കാത്തിരുന്ന് ഇപ്പോൾ എല്ലാ സംഭവങ്ങളും സെറ്റായി വന്നിട്ടുണ്ട്. എന്നാൽ വാ, നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ 2 പീസ് ചിക്കൻ എടുക്കണം. ഇപ്പം 2 പീസായിട്ട് എനിക്ക് കടയിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് 240 സംതിങ് കിലോ ഉള്ള ഒരു ചിക്കൻ കിട്ടി. അത് 4-5 പീസായിട്ട് തന്നെ വേണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. അതിന് നമ്മുടെ 2 സ്പെഷ്യൽ പീസുകൾ എടുത്താണ് ഞാൻ ഇന്നത്തെ ഇഫ ചിക്കൻ ഉണ്ടാക്കുന്നത്. അതിങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം അടിച്ച് പരത്തിയെടുക്കണം. അതിനു മുമ്പ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഞാനൊരു 2-3-4 വട്ടമൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് വേണം ഇങ്ങനെ ഞാനിവിടെ ഒരു ചപ്പാത്തിക്കോലെടുത്തിട്ട് നല്ലോണം അടിച്ച് നല്ലോണം എൻ്റെ ഉള്ള ദേഷ്യങ്ങളൊക്കെ അതിൻ്റെ മേൽ തീർക്കായിരുന്നു. ഇങ്ങനെ അടിക്കേണ്ടത് നല്ലോണം സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് നന്നായി വരഞ്ഞു കൊടുക്കണം. നമ്മളെവിടെയൊക്കെയാ ഗ്യാപ്പ് അവിടെയൊക്കെ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണം. കാരണം വലിയൊരു ചിക്കൻ പീസ് എടുത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിക്കൊക്കെ നല്ലോണം കടന്ന് നല്ലോണം വേവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ചിക്കൻ ഒരു 1 kg ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 2-3 സ്പൂണും, പിന്നെ അതിനാവശ്യമായ എരിവിന് മുളക് പൊടി 1 സ്പൂണും, പിന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂണും, പിന്നെ ജീരകപ്പൊടി ഒരു 2-3 സ്പൂണും, പെപ്പർ പൗഡർ ഒരു 2 സ്പൂണും, ഗരം മസാല ഒരു 2 സ്പൂണും, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു 2 സ്പൂണും, പിന്നെ തൈര് 3 സ്പൂണും, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം കുഴച്ച് നല്ലൊരു മസാല, നല്ലൊരു കുറച്ച് തിക്കോട് കൂട്ടിലോട് മസാല നല്ലോണം കുഴച്ച് റെഡിയാക്കി കഴിഞ്ഞ് നമ്മൾ ഈ ചിക്കനിലേക്ക് ഇത് പുരട്ടണം. ഈ പറയുന്ന മസാലാസിൻ്റെ അളവുകളൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കും. കാരണം നിങ്ങളെടുക്കുന്ന ചിക്കൻ്റെ അളവ് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ അളവുകൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു ചിക്കൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അതിലൊക്കെ ആവശ്യമായ എത്രത്തോളം മസാലാസ് വേണ്ടി വരും എന്നത്. ചിലർക്കൊക്കെ മസാല കുറവ് മതി, ചിലർക്ക് എരിവ് കുറവ് മതി, ചിലർക്ക് ഇങ്ങനെ നല്ല കളർ പാടില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ ഈ മസാലാസിൻ്റെ അളവുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം കുറയ്ക്കാനും കൂട്ടാനും നിങ്ങൾക്ക് കഴിയും. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. ചിക്കനിലേക്ക് നല്ലോണം പുരട്ടിട്ട് ഉള്ളിക്കൊക്കെ നല്ലോണം ആവണ വിധത്തിൽ ഒരു 4 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ നല്ലോണം നമ്മൾ എല്ലാ സൈഡിലേക്കൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഇവിടെ ഞാൻ ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ശരിക്കും ഓവർനൈറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം കൂടിയത് ഒരു 1 മണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം. അപ്പോൾ നമുക്കിത് സെറ്റ് ആവണ വരെ കാത്തിരിക്കാം. അപ്പോൾ അതവിടെ സെറ്റാവുന്നത് വരെ നമുക്ക് അതിനുള്ളിൽ കുറച്ച് പണികൾ വേറെ ബാക്കിയുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ചേർക്കാനുള്ള ക്രീമി മയോണൈസ് നമുക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടി നമ്മളിവിടെ പുഴുങ്ങിയ മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് അപ്പോൾ 3 മുട്ട ഞാൻ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ചെറിയ വിശപ്പുകൾ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ പുറത്ത് കടയിൽ പോയപ്പോൾ ഭയങ്കര ഓഫറിന് സ്ട്രോബെറി കണ്ടു. അപ്പോൾ സ്ട്രോബെറിക്ക് നല്ല വില കുറവാണ്. അപ്പോൾ ഞാനൊരു 2 പെട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 ബോക്സ് വാങ്ങിച്ചു ചേർത്ത്. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് കുറച്ച് ഇങ്ങനെ എടുത്ത് ഓരോന്നോരോന്ന് ഇതിങ്ങനെ തിന്ന് തുടങ്ങിയല്ലേ നമ്മളിങ്ങനെ തിന്നുകൊണ്ടിരിക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ് സ്ട്രോബെറി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പഴുപ്പ് കൂടിയിട്ട് നല്ല മധുരമുള്ള സ്ട്രോബെറി ആയിരുന്നു കേട്ടോ.
അപ്പോൾ മുട്ട അവിടെ വെന്ത് നല്ല പരുവായിട്ട് നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനത് നോക്കലും തിന്നലും അവസാനം മുട്ടയൊക്കെ നല്ലോണം ഒരു വിധം പാകത്തിന് കൂടുതൽ അങ്ങോട്ട് തിളപ്പിച്ച് വേവിക്കാൻ പാടില്ല എന്ന് പണ്ട് മോഹൻലാൽ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അധികം വേവാൻ പാടില്ല, പിന്നെ ഇത്ര ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ലേ. അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ എന്നിട്ട് നമ്മൾ മുട്ടയുടെ വെള്ള മാത്രം ഈ മയോണൈസിൽ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അതിലാവശ്യമില്ലാത്ത നമ്മുടെ ഉണ്ണീനെ എടുത്ത് അങ്ങോട്ട് കളഞ്ഞു. എന്നിട്ട് 3 മുട്ടയുടെ വെള്ള നല്ല സുരക്ഷിതമായിട്ട് അവിടെ എടുത്തു വെച്ചു. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ പെട്ടെന്നൊരു ചിന്ത വന്നു, ദൈവമേ ഈ ഹിംഫാസ്റ്റ് ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂട്ട് എന്താ കഴിക്കുക, അല്ല എന്തെങ്കിലുമൊക്കെ സൈഡായിട്ട് എന്തെങ്കിലും കൂട്ടി കഴിക്കാൻ. എനിക്ക് അങ്ങനെ ചിക്കനൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ തിന്നാനായിട്ട് വലിയ താല്പര്യമില്ല, എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാൻ തന്നെ ഇഷ്ടം. അപ്പം ഞാൻ വേഗം പോയി ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് ബ്രെഡൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് നല്ലൊരു ബ്രെഡ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇഡ്ഡലി പാത്രത്തിലിട്ട് വേവിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പൊറോട്ട ഓർഡർ ചെയ്തു. അപ്പോൾ പൊറോട്ടയും വന്നു. അപ്പം മതിയല്ലോ, പിന്നെ അത് മതി, ഇത് മതി കൂട്ടി കഴിക്കാൻ. ഇനി നമുക്ക് ഇതിക്ക് വേണ്ട മയോണൈസ് റെഡിയാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പം ഞാനിവിടെ 3 എഗ് വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഗാർലിക്ക്, ഷുഗർ, ചീസ് സ്ലൈസ്, കാഷ്യൂ നട്ട്സ്, മിൽക്ക്, ഫ്രഷ് ക്രീം, വിനാഗിരി, ഓയിൽ. ഇത്ര അധികമല്ല, ഇപ്പോൾ പറഞ്ഞ ഐറ്റംസൊക്കെ എല്ലാം കൂടി മിക്സിയിലിട്ട്, പിന്നെ വേണമെങ്കിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞും ഒഴിക്കാട്ടോ. അതിൻ്റെ ആവശ്യമില്ല, വിനാഗിരി ഉള്ളത് കൊണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ, എനിക്ക് വേണം, അതുകൊണ്ട് ഞാൻ ചേർത്തു. പിന്നെ പാകത്തിന് ഒരു ലേശം ഉപ്പും ചേർത്ത് നല്ലോണം അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ചീസി മയോണൈസ് റെഡി. എന്നിട്ടൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ബട്ടർ പീസ് ഇടാം. ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ബാക്കി വരുന്ന മസാലാസൊക്കെ ഈ ചിക്കൻ്റെ മേലെ നല്ലോണം അങ്ങോട്ട് തേച്ച് കൊടുത്തോ. ബാക്കി മസാലാസ് വെറുതെ കളയണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് കൈകൊണ്ട് അങ്ങോട്ട് വെച്ച് തേച്ച് കൊടുത്തു. നിങ്ങൾക്ക് പൊള്ളുന്നു എന്നൊരു ഭയമുണ്ടെങ്കിൽ മാത്രം തവി കൊണ്ട് മാത്രം അങ്ങനെ തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഓയിലൊക്കെ തേക്കുന്ന സംഭവമില്ല, അതിൽ മസാല വെച്ചിട്ട് അതങ്ങനെ തേച്ച് കൊടുത്താൽ മതി. നമുക്ക് പിന്നെ അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെ കുക്കിങ്ങൊക്കെ ആരംഭിച്ച് പിന്നെ എനിക്കിപ്പോൾ നല്ല ധൈര്യമാണ്. ചൂടത്തൊക്കെ പെട്ടെന്ന് പാത്രങ്ങളൊക്കെ നമ്മൾ പാത്രം പിടിക്കുന്ന തുണി എടുക്കാൻ മറന്നാൽ പോലും ഞാൻ കൈകൊണ്ട് എടുത്ത് വയ്ക്കുന്ന ആളാണ്. ഇപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയി എനിക്ക് എന്നാണ് എനിക്കുള്ളൊരു വിശ്വാസം. അപ്പം എല്ലാ മസാലാസും ഇങ്ങനെ എല്ലാം അതിൻ്റെ മേലേക്ക് പുരട്ടി കൊടുത്തിട്ട് പിന്നെ അടച്ച് നല്ല സിം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേവിക്കണം. നമ്മൾ ഇടയ്ക്ക് ഇപ്പം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. അത് കഴിഞ്ഞ് ഒന്ന് തുറന്ന് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ നമ്മുടെ ഈ ഒരു തവി കൊണ്ടൊക്കെ നല്ലോണം തിരിച്ചും മറിച്ചൊക്കെ ഇടണം. പിന്നെ നമുക്കൊരു കനമുള്ള എന്തെങ്കിലും ഒരു വസ്തു ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്താണെങ്കിൽ പെട്ടെന്ന് എല്ലാ വശവും നല്ലോണം വേവിച്ച് കിട്ടും. കാരണം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വലിയ പീസാണ്, അത് വെള്ളത്തിലിട്ട് വേവിക്കണമെന്നില്ല. അപ്പം ചിക്കൻ നല്ലോണം വേവാണ്ട് കഴിച്ച് കഴിഞ്ഞാൽ വയറ്റിൽ പിടിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ വല്ല ഒരലൊക്കെ ചെറിയ ഒരലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി നല്ല കനമുള്ള എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും. അപ്പം നമ്മൾ അടിച്ച് പരത്തിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സംഭവം നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വേവ് കിട്ടും. ഞാൻ ഇടയ്ക്ക് തുറന്നതിന് ശേഷം ഈ ഒരലോണ്ട് ഇങ്ങനെ ചതച്ച് ഇങ്ങനെ ഒന്ന് നല്ലോണം പുഷ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ചിടുന്നത്. വീണ്ടും അങ്ങനെ ഒരു 10 വട്ടെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ഒരു അരമണിക്കൂറിന് മേലെ ഞാനിത് വേവിക്കാനായിട്ട് അടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യണം. നല്ലോണം വെന്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഈ സംഭവം നിങ്ങൾ മാറ്റി വയ്ക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വയറ്റിൽ പിടിക്കില്ല. അപ്പോൾ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് നല്ല സെറ്റായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ചിക്കൻ്റെ മേലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള നല്ല ക്രീമി മയോണൈസ് എടുത്തിട്ട്
ദേ ഇങ്ങനെ നല്ലോണം സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് സിം ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ മയോണൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലവർക്ക് ഇഷ്ടമല്ല മയോണൈസ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമല്ലാത്തവർ ഞാനിപ്പോൾ ഒഴിക്കണ മാതിരി അധികമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ചിക്കൻ ഒന്ന് മൂടാൻ വേണ്ടി ഒഴിച്ചാൽ മതി. ഞാൻ നല്ലോണം ലാവിഷായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ് മയോണൈസ്. പ്രത്യേകിച്ച് നമ്മൾ ഹോം മെയ്ഡാണ്, നമുക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. പച്ചമുട്ടയൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സംഭവം. ഇപ്പം നമ്മൾ വേവിച്ച മുട്ട ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് കൂടുതൽ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പം നല്ല ധൈര്യമായിട്ട് ഈ മയോണൈസൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഫ്ലേവർഫുൾ ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഒരു മസ്റ്റായി ട്രൈ ചെയ്യണം. മസ്റ്റായി ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇത്. ട്രെൻഡിങ് ആയപ്പോൾ ഞാൻ വിചാരിച്ചത് അതൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് അപ്പോൾ ഒരു ചെയ്യാനായിട്ട് ചിക്കൻ ഐറ്റംസൊക്കെ ചെയ്യാനായിട്ട് ഒരു ചെറിയ പേടിയാണ്. അങ്ങനെയൊന്നും സക്സസ് ആയി വരാറില്ല. ഇപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയപ്പോൾ എനിക്ക് അതൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു കോൺഫിഡൻസ് ആയി. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനും നല്ല ബ്രെഡ്, സോഫ്റ്റ് ബ്രെഡും പൊറോട്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിയൊക്കെ യൂസ് ചെയ്യാം, എന്തും ഇതിൻ്റെ കൂടെ ഓടും. അപ്പോൾ അടിപൊളിയായിട്ടാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഡെക്കറേഷനൊക്കെ ആയിട്ട് ഞാൻ മല്ലിയില, പിന്നെ നല്ല ചെറുനാരങ്ങയൊക്കെ നല്ല വട്ടത്തിൽ കട്ട് ചെയ്തിട്ടൊക്കെ നല്ല ചുറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുനാരങ്ങ എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ചിക്കൻ കഴിക്കുമ്പോൾ വന്നു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഒന്നും പറയാനില്ല, എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ഒറ്റയടിക്ക് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും നിങ്ങളായാലും. അപ്പോൾ നിങ്ങൾ ഗസ്റ്റൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി വയ്ക്കാം. ഇപ്പം നാളെ ഗസ്റ്റ് വരുന്ന പറഞ്ഞാൽ നമുക്ക് തലേദിവസം ഇതിൻ്റെ മസാലയൊക്കെ കൂട്ടൊക്കെ സെറ്റാക്കി വെച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് അപ്പം കാലത്ത് എണീറ്റ് ഇതിങ്ങനെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റാവും. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല സിമ്പിളാണെന്ന് തോന്നുന്നു ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വേവാനൊരു ടൈം, ആ ഒരു ടൈം ഗ്യാപ്പാണ് കുറച്ച് കൂടുതലുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തായാലും അടുത്ത വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ, ടാറ്റാ, സീ യു.